ചാടി വേണം പോകാൻ. പോൾ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. യമുന താഴെ വരുമ്പോ പ്രഭാരൻ അവിടെ ഉണ്ടാവണം. പിന്നെ എല്ലാം സൂക്ഷിച്ചു വേണം. ഇത് പോള് തന്നയച്ചതാ. എന്തോ ഡ്രസ്സാണെന്ന് തോന്നുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പ്രഭാരൻ ഉടനെ താഴെ വരും. പിന്നെ സെക്യൂരിറ്റിക്കാരുടെ കൺമുമ്പിൽ പെടരുത്. ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമുന ഇറങ്ങിയാൽ മതി. ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി. ഞാൻ ഇറങ്ങട്ടെ. പുറത്തു തന്നെയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടിയിലെങ്ങനെ ഇത് കണ്ട ഭരണങ്ങാനത്തൊന്നും വരുന്നതല്ലേ? ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകി പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്ത് ഈ കർച്ചിഫ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട. റെസ്റ്റ് എടുത്തോളൂ. ഡേ റൂം നമ്പർ 34ലേക്ക് വെക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ്.
അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മൊന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാം. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം. തിക്കല്ലടാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ നിന്ന് വരിക? ഭരണങ്ങാനത്തുനിന്നും വരിക. ഇന്നലെ വരാൻ പറ്റിയില്ല. ഭരണങ്ങാനത്ത് വന്നോ? അപ്പൊ രാത്രി വന്നവരോ? അവിടുന്ന് വേറെ ആരും വന്നിട്ടില്ല മദർ. ശരി, വരൂ, ഞാൻ കാണിച്ചു തരാം. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വിളിക്കായിരിക്കും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു. നിങ്ങൾ ഭരണങ്ങാനത്തുനിന്നാണോ വരുന്നത്? അല്ല, ഒരു രക്ഷകൻ. ഡോക്ടർ കൃഷ്ണകുമാർ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. പിന്നെയല്ലേ പീറ നാടത്തിന് ഭ്രാന്തം വേഷം കിട്ടുന്ന നീ. ഡ്യൂട്ടി റൂമിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ച് രണ്ടിനും തുറന്നു വിട്ട് അല്ലട. ഇതിനകത്ത് നീയൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനും നോക്കട്ടെ. സെലറത്തേക്ക് ഇത് സാറിന്റെ ഓപ്പറേഷൻ എത്രാമത്തെ ഘട്ട? പറയടാ. വിഷമിക്കാതെ പ്രഭേ. മഹാന്മാർക്ക് എപ്പോഴും ഇതേപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനും അയാൾ മടിക്കില്ല. ഞാനാണ് നിങ്ങളെ തുറന്നു വിട്ടതെന്ന് ആർക്കും അറിയില്ല. പോളിനോട് വളരെ ക്രൂരമായാണ് ഡോക്ടർ പെരുമാറിയത്. ഞാൻ പിന്നെ വരാം. നീയാണ് കുറ്റവാളി. അയ്യോ, നീയാണ് കുറ്റവാളി. നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ, സാറിനും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിവിടെ എന്തൊരു കഷ്ടമാണ് ഈശ്വര. നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ. ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്, ഇപ്പൊ എന്റെ പൊന്ന്. എന്താ പേര്? കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചേട്ടാ രോഗിയാണോ? അല്ല, പേഷ്യന്റ്. ആരായാലും വിരോധമില്ല. പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രഭാകരനും പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറും സൂക്ഷിക്കണം. ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആരാ വന്നിരിക്കുന്നു? ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടനും അനിയനും അവരെ കാണാൻ വരുന്ന ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ ആ രംഗമാണ് എനിക്ക് പോകുന്നത്.
ഓ തുടങ്ങിയില്ല സിസ്റ്റർ. അവർക്ക് എപ്പോ നോക്കിയാലും ഞാൻ തന്നെ അടുത്ത് വേണം. എന്നാ താൻ അങ്ങോട്ട് ചെല്ല് പോ. പ്രഭാറിന് അസുഖമെന്ന് പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്. എന്റെ പൊന്ന് പൂച്ചാക്കലെ, ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ട് ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങളിപ്പോ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടക നടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ. ഇളിക്കണ്ട. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന് അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പിലായി. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ചോടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീനെ വിചാരിച്ചാ പോരെ. ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? ഇങ്ങനെ കുത്തി കുത്തി ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടില്ല. അവസാനം ഈ ഗതിയിലായത് പറയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇങ്ങ് വന്നേ. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞുതരൂ. ആ കുത്തിക്ക് കളിക്കാം. വാ.